ഹലോ ഗൈസ്, അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പ് ജനറിയുടെ ബുക്ക് കാണിച്ചില്ലേ, അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സ്റ്റേറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ കാണിക്കാൻ പോകുന്നത് ഇന്ന് കാണിക്കും കിട്ടിയത് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ഭക്ഷണങ്ങളുടെ പേര് നമുക്ക് വെട്ടിയൊക്കെ എടുത്ത് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പേപ്പർ കാണിക്കാനല്ല, ഇതുപോലത്തെ 2 പേപ്പറുണ്ട്. നമ്മുടെ ടേപ്പിൻ്റെ കളറുള്ള. പിന്നെ ഇതുപോലത്തെ ഒരു പേപ്പർ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പേപ്പർ പിന്നെ ഇതുപോലെ നമുക്ക് വെട്ടിക്കാനല്ല, ഇത് ചെറുതായിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ തേണ്ടേ ഈ പേപ്പർ പിന്നെ ഗൈസ് ഇതുപോലത്തെ ഇതൊരു പേപ്പർ, ഇതൊരെണ്ണം പിന്നെ ഇതൊരെണ്ണം ഇതുപോലത്തെ ഇതൊക്കെയാണ്. പിന്നെ ഇതൊരെണ്ണം ഇതുപോലെ ഷീറ്റ്. എൻ്റെ ദൈവമേ, ഇന്ത്യ ഞാൻ ഓർത്തില്ല ഇന്ന് കിട്ടുമെന്നൊന്നും. പിന്നെ തേണ്ടേ ഈ ഒരു ചെറിയ കാർഡ്സ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ കയറ്റി കൊടുക്കാനുള്ള കാർഡ്സാണ്. ഇത് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഈ കാർഡ്സിൽ നമുക്ക് എന്ത് വെച്ചിട്ട് കൊടുക്കാം, ഇച്ചിരിയൊക്കെ കൊടുക്കാം. നമുക്ക് ഇതൊക്കെ കൊടുത്ത് ഇതൊക്കെ പിന്നെ എനിക്ക് വയ്യ ഗൈസ്. ഇപ്പോൾ ഈ സാലിക്കെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പേപ്പർ ഇത് ഇത്രയും പേപ്പേഴ്സാണ് കിട്ടിയിട്ട് അതും കൂടെ അടുക്കി വെച്ചു. പിന്നെ ഈ ഒരു സ്റ്റിക്കർ, എന്ത് പുനി രസമാണ്. പിന്നെ ഇത് നമുക്ക് കെട്ടി ഒട്ടിക്കാം. പിന്നെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ലവ് ബേർഡ് ടീമിൻ്റെ പിന്നെ ഇതും വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ഒരു ഉറുപ്പുള്ള സാധനം നല്ല രസം. ഇത് തൊടുമ്പോഴത്തേക്കും കവേ സ്റ്റിക്കറി തുടങ്ങില്ല, അത്രത്തെ ഇതാണ്. പിന്നെ ഈ 2 ടേപ്പ് ഇനി നോക്കട്ടെ. പിന്നെ ഈ ഒരു ചെറിയത് ഗുഡ് ടൈംസ്. പിന്നെ ഇതൊരു മഷ്റൂമിന് എന്തൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടാണ്. അതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്തോന്ന് കിട്ടാത്തില്ലേ. പിന്നെ കണ്ടിട്ട് ഫസ്റ്റ് സെക്കൻഡിൻ്റെ പിന്നെയാണ് നമ്മുടെ സാധനം ഗൈസ്. ഇതല്ലാതൊരു വഴി കളിയില്ല. കണ്ടോ ഗൈസ്, ഇത് നൊസ്റ്റാൾജിയാണ്.
അവധിക്കാലത്തൊക്കെ പിള്ളേർക്കൊക്കെ മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഇത് ചെയ്തോണ്ടിരിക്കും. പെട്ടെന്ന് ഇവരോട് പിന്നെയും മേടിക്കും. നിങ്ങളൊക്കെ നോക്കിയിരുന്നു കൊടുക്കുവാണെങ്കിൽ മാത്രം. പക്ഷേ ഇതുപോലെ കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയുണ്ട് ഗൈസ്. ജനറേറ്റ് കിട്ടട്ടെ 2 പേപ്പർ ആയിട്ട് എന്തോ ഒരു സംശയം മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനിത് ചെയ്യാൻ വേണ്ടി കുറച്ച് കവർ സ്റ്റിക്കേഴ്സും സ്റ്റിക്കി നോട്ട്സും വെച്ച് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തോപ്പഴം ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ചെറിയ ഷീറ്റിൽ കവർ സ്റ്റിക്കർ കിട്ടുക. ഇത് വേണ്ട, ഇതൊരു ക്യൂട്ടാണ് കേട്ടോ. ഇതൊക്കെ ചെടിച്ചിട്ടൊക്കെ കണ്ടത് നല്ല ക്യൂട്ട് ചെടിച്ചിട്ട്. ഇത് കാലം മറിച്ചിരിക്കുന്നു ഇന്നും കാണാൻ പറ്റും. കണ്ടിത് കണ്ടോ? ഇനി ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കി നോട്ട്സാണ്. ആദ്യത്തേന്ന് പറഞ്ഞാൽ കട്ട് ഇത് കുഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അപ്പോൾ സ്റ്റിക്കറിനകത്ത് കിടക്കുന്ന പോലെ ഉണ്ടാക്കി. പക്ഷേ എല്ലാം ഇവിടെ ചെവിക്കകത്ത് ഇങ്ങനെ കിടക്കില്ല, അതുപോലെ ഉണ്ടാക്കിയതാണ് ഗൈസ്. അത് ലാസ്റ്റ് ചെവിക്കകത്തല്ല, വേറെ പേപ്പർ കളയുന്നല്ലേ. പിന്നെ ഗൈസിൻ്റെ അടുത്ത് ക്രയോൺ ഉണ്ട്. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്കെച്ച് വേണം, സ്കെച്ച് വേണം. ക്രയോണോടെ കഴിഞ്ഞ് നമ്മളെ പരിപാടി വരുന്നു. അപ്പോൾ നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടാറ്റ ബൈ ബൈ, സീ യു.